രാഹുലെ കാലം കണക്ക് ചോദിക്കുമെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ശശിധരൻ കർത്ത തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്, പിണറായി വിജയനോടുള്ള ബന്ധം കൊണ്ടാണ് ഞങ്ങൾ വീണയ്ക്ക് പൈസ നൽകിയതെന്ന്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഇവര് പുറത്ത് വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ? ഞങ്ങളുടെ സഖാവ് പൈസ വാങ്ങിച്ചാൽ മാത്രം കുറ്റം. ഈ ഇപ്പോൾ കരിമണൽ കർത്തയുടെ കാര്യത്തിൽ കരിമണൽ കർത്തയുടെ ഡയറിയിൽ നിന്നും പിടിച്ചിട്ട് എത്ര പേരുകൾ കണ്ട്, എന്നിട്ട് ഞങ്ങളുടെ സഖാവിന് മാത്രം എന്താണ് ഇത്ര വലിയ കുറ്റം വരുന്നത്? പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നോക്കണം നമ്മൾ. അപ്പൊ അദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ കമ്പനി. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയനോട് അടുപ്പമുണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തു, അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്ക് പൈസ കൊടുത്തു. അപ്പൊ ഞങ്ങളുടെ സഖാവ് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് വിഷയം? അല്ല, സർവീസ് ഒന്നും ചെയ്യാതാണ് മേടിച്ചിരിക്കുന്നത്. സർവീസ് വാങ്ങിച്ചില്ല, സർവീസ് ചെയ്യാതെ വെറുതെ പൈസ കൊടുക്കും. ഇതെന്താ അങ്ങനെ? ഞങ്ങളുടെ സഖാവിനോട് ഇഷ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ കാശ് കൊടുക്കും, അങ്ങനെ കാശ് വാങ്ങിക്കാൻ ഞങ്ങളുടെ സഖാവിന്റെ ഒരു വിഷയമില്ലല്ലോ. സഖാവ് എന്താണ് പറഞ്ഞത്? എന്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നേരിടും. ഞങ്ങളുടെ സഖാവിനെ പറ്റി വിഷ്ണുവിനെ അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ സഖാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടച്ചങ്കുള്ള സഖാവാണ്. സഖാവിനെ സംബന്ധിച്ച് സഖാവ് വടിവാളുകൾക്കിടയിലൂടെ കടന്നു വന്നിട്ടുള്ള സഖാവാണ്. ആ സഖാവിനെ പറ്റിയിട്ടാണ് വിഷ്ണു ഈ രീതിയിലൊക്കെ പറയുന്നതെന്ന് ഓർമ്മ. പക്ഷെ ഇത് ഇപ്പൊ നമ്മളെ ഇതിനു മുമ്പ് കണ്ട വിഷയങ്ങളാണ്. അപ്പൊ ED ചെക്ക് നടത്താൻ ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ സഖാക്കൾ എല്ലാവരും കൂടെ അവനെ ആക്രമിച്ചതാണ്, ED ആക്രമിച്ചതാണ്. എന്താ പിണറായി വിജയനെ തൊട്ട് കളിക്കുന്നോ? ED ആക്രമിച്ചതൊന്നും അല്ല. ED എന്താണ് ചെയ്തത്? കേന്ദ്ര നേതൃത്വങ്ങളുടെ പിണറായി സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് ED മനഃപൂർവ്വം ചെയ്ത കളിയാണിത്. ED സതീശൻ വിട്ടാണെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ സഖാവ് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം തന്നെ ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. രാഹുൽ ഗാന്ധി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. പിണറായി വിജയന്റെ വീട്ടിൽ ED കയറുന്നില്ല. ഇതാ ED വന്നത് രാഹുൽ ഗാന്ധി കാണുന്നുണ്ടോ? എന്തുകൊണ്ടാ ചോദിച്ചത്? പക്ഷെ വളരെ രസകരമായിട്ടാണ് ഇവിടെ VD സതീശൻ അതിനെ അവതരിപ്പിച്ചത്. ഞാൻ നേരെ ഡൽഹി ചെന്നിട്ട് അപ്പൊ തന്നെ മോദിയോട് പറഞ്ഞു. VD സതീശൻ മാധ്യമങ്ങളിൽ പറഞ്ഞു, സമ്മതിച്ചു. VD സതീശനാണ് EDയെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് വിട്ടത്. VD സതീശൻ സമ്മതിച്ചു. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. VD സതീശൻ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ രാവിലെ തന്നെ നേരെ ഡൽഹിക്ക് പോയി, അതിനുശേഷം അമിത്ഷായെയും കണ്ടു, നരേന്ദ്രമോദിയും കണ്ടു. എന്നിട്ട് ഞാൻ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പിണറായി വിജയൻ സഖാവുണ്ട്, സഖാവിനെ പൂട്ടിയില്ലെങ്കിൽ വിഷയമാണ്. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ED അങ്ങോട്ട് അയക്കണം. സഖാവ് അവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, മീനയും വീട്ടിൽ തന്നെ ഉണ്ട്, ED വിട്ടേക്ക്, ഒന്നും നോക്കണ്ട, പൂട്ടിയേക്കാൻ പറഞ്ഞു. തൊട്ടവരൊക്കെ ഇപ്പൊ ED തൊട്ട് കളിച്ചവരൊക്കെ ഇപ്പൊ അകത്തല്ലേ? അവർക്ക് പെട്ടുപോയില്ലേ? ഇപ്പൊ ശരിക്കും സഖാക്കളല്ലേ പെട്ടുപോയത്? ഞങ്ങളുടെ സഖാക്കളുടെ ബലം അറിയാത്തതുകൊണ്ടാണ്. ഈ 45 അല്ല 50 അല്ല 100 അല്ല 1000 വർഷം ജയിലിൽ കിടക്കണമെങ്കിലും ഞങ്ങളുടെ സാധാരണപ്പെട്ട സഖാക്കന്മാർ തെരുവിലുണ്ട്. മുട്ടയുമായിട്ട് പോയ സഖാക്കന്മാരുണ്ട്. ഞങ്ങളുടെ സഖാക്കൾക്ക് സമരം ചെയ്യാൻ എന്താണ്? ഇതൊരു സായുധ വിപ്ലവമാണ് വിഷ്ണു. ആ സായുധ വിപ്ലവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED റെയ്ഡ് വരുന്നു. എന്താണ്? കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെതിരായിരിക്കുന്നു, കേന്ദ്രം പിണറായി വിജയനെതിരായിട്ടിരിക്കുന്നു, VD സതീശൻ പുതിയ സർക്കാർ പിണറായി വിജയനെതിരായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ ആരാണ് വില്ലൻ? പിണറായി വിജയൻ വില്ലൻ. പക്ഷേ യഥാർത്ഥ നായകൻ ആരാണ്? ഞങ്ങളുടെ പിണറായി വിജയൻ സഖാവാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ നന്മയാണ്. ആ നന്മയെ നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? അദ്ദേഹത്തിന് ഒരുപാട് നന്മയുണ്ടായതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന മനുഷ്യനാണ് പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യർക്ക് എത്രയോ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ കരിമണൽ കർത്ത എന്ന് പറയുന്ന CMRL ഉടമയായിട്ടുള്ള കർത്തയ്ക്കും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. CMRL വന്നതിന് ശേഷം ഈ കപ്പൽ ആടി ഒലഞ്ഞില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇടതുപക്ഷം തകർന്നില്ലേ എന്നുള്ളതാണ്. ഏത് കപ്പലാണ്? കപ്പൽ ആടി ഒലഞ്ഞു. ഏത് കപ്പൽ? ആ കപ്പൽ ആരാണ് വിലക്ക് വാങ്ങിച്ചത്? VD സതീശനാണ് വിലക്ക് വാങ്ങിച്ചത്. VD സതീശൻ കപ്പൽ വിലക്ക് വാങ്ങിച്ച്. VD സതീശൻ എന്തൊക്കെയാണ് ഇപ്പൊ കപ്പൽ കൊണ്ട് കാണിക്കാൻ പോകുന്നത്? കടൽത്തീരം മൊത്തവും വാങ്ങാനുള്ള രീതിയിലാണ് VD സതീശൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മിഷൻ സമുദ്രം ഉണ്ടല്ലോ കപ്പലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കപ്പൽ വാങ്ങിച്ചത് VD സതീശനാണ്. അപ്പൊ മൊത്തത്തിൽ ഞങ്ങളുടെ സഖാവിനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകയാണ്. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? കർത്ത നേരിട്ട് വന്നിട്ട് പറയുകയാണ്, പിണറായി വിജയൻ സഖാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് പിണറായി വിജയൻ സഖാവിന്റെ മകൾക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്തത്. അപ്പോൾ കരിമണൽ കർത്തയ്ക്ക് സഹായം ചെയ്ത് ഒരു സഹായത്തിന് ഒരു പ്രത്യുപകാരം നമ്മൾ ചെയ്തു കൊടുക്കുക. സഖാക്കൾ കൊണ്ട് അടിക്കൊരു ഗുണം ഉണ്ടായെന്നാണോ പറയുന്നത്? അപ്പൊ സഖാക്കൾ കൊണ്ടത് വെറുതെ ആയില്ല, അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ടാണല്ലോ അവരവിടെ വന്നത്. അപ്പൊ പിണറായി വിജയനുമായി അവിടെ കണക്ഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും സഖാക്കൾ കൊണ്ട് അടി വെറുതെ ആയില്ല അല്ലേ? സഖാക്കള് ഇത് സായുധ വിപ്ലവമാണ്. സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ പുതിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാനോ കഴിയുള്ളൂ. ഞങ്ങൾ പുതിയ സാമ്രാജ്യം ഞങ്ങളുടെ നിലപാട് വിഷ്ണുവിനെ അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്?
അറിയാമോ? ഇല്ലില്ല, അറിയില്ല. ആദ്യമേ അത് പഠിക്കണം. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിക്കണം. ആദ്യത്തെ ലക്ഷ്യം എന്താണ്? പോരാടുക. അതെ. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? പോരാടുക. മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്? പോരാടുക. 4, 5, 6, 7, 8, 9, 10 എന്താണ് ലക്ഷ്യം? പോരാടുക. അപ്പൊ ഞങ്ങൾക്ക് ഭരണം ഞങ്ങളുടെ 100-ാമത്തെയോ 200-ാമത്തെയോ 1000 അങ്ങനെ ലക്ഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ലക്ഷ്യം മാത്രമാണ് ഭരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭരിക്കണം ഒരു ആഗ്രഹവുമില്ല. പക്ഷെ ഇവിടെ പരാജയപ്പെട്ടതിന് ശേഷം, ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം 33 സീറ്റിലേക്കാണ് ഒതുങ്ങിപ്പോയത്. അത്രയും സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയതിന് ശേഷം ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് വരെ വിമർശനം ഉന്നയിക്കുകയാണ് ആളുകൾ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. എന്നാൽ ഈ വിമർശനം ഒന്നും മുകളിലേക്ക് എത്തുന്നില്ല. എം വി ഗോവിന്ദനെയും പിണറായി വിജയനുമാണ് പാർട്ടിയുടെ പ്രധാന കാരണത്തിനെന്ന് സംസ്ഥാന കമ്മിറ്റി വരെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. എന്താണ് പ്രശ്നം? 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനായിരുന്നു. ആ 10 വർഷം കേരളത്തെ നയിക്കാൻ അറിയാവുന്ന പിണറായി വിജയന് ഈ പാർട്ടി സംവിധാനത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാം. പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ അല്പം സ്വല്പം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്? ഗോവിന്ദ മാഷ് പറഞ്ഞത് നമ്മുടെ പാർട്ടിയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിമർശനങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. ഗോവിന്ദ മാഷ് പക്ഷെ മോഡേൺ ആയിട്ടുള്ള വിമർശനങ്ങളെ പാടുള്ളൂ. അതുകൊണ്ട് കുറെ അമ്മമാരുണ്ട് വിമർശിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വിമർശിച്ച് തലയ്ക്ക് വെളിയിൽ പോയി. അപ്പൊ എന്ത് പറഞ്ഞ്, മോനെ വേണ്ട, ഇനി വിമർശിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ വീട്ടിലിരിക്കുന്നു പറഞ്ഞേ. ഗോവിന്ദ മാഷിനൊന്നും അറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കൂ, പാർട്ടി മൊത്തത്തിൽ മാറുകയാണ്, അടിമുടി മാറുകയാണ്, അടിത്തട്ട് തൊട്ട് മേലോട്ട് മൊത്തം മാറി. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഗോവിന്ദ മാഷിനെ മാറ്റുന്നില്ല? ചിന്തിച്ചു നോക്കണം. ഗോവിന്ദ മാഷിനെ എന്തുകൊണ്ട് മാറ്റിയില്ല? എന്തുകൊണ്ടാണ് മാറ്റാത്തത്? എന്തുകൊണ്ട് മാറ്റിയില്ല? അത് നമ്മൾ മനസ്സിലാക്കണം. ഗോവിന്ദ മാഷാണ് ഈ പാർട്ടിയുടെ ബുദ്ധിജീവിയെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാർട്ടി തകരും. അതുകൊണ്ടാണ് പാർട്ടി തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവത്യാഗം. തകർന്നല്ലോ, പാർട്ടി തകർന്നല്ലോ. എവിടെ തകർന്നു? പ്രതിപക്ഷത്തല്ലേ 33 സീറ്റ് വാങ്ങി പ്രതിപക്ഷത്തേക്ക് പോകുന്നൊന്നും ഞങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കൂ സുഹൃത്തെ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? പോരാടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ വേറൊന്നുമല്ല. ഭരിക്കുകയോ പ്രതിപക്ഷത്തിരിക്കുകയോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പോരാടുക എന്ന് പറയുന്നതാണ്. പിന്നെ കുറേ ഷോ ഓഫ് കാണിക്കുന്ന കുറേ മന്ത്രിമാർ. എന്താണ് ഈ മന്ത്രിമാരൊക്കെ കാണിക്കുന്നത്? വെറുതെ പോയെങ്കിൽ റെയ്ഡ് നടത്തുകയാണ്, മിന്നൽ പരിശോധന. ആരാണ് ഒന്നാലോചിച്ച് നോക്ക്, ഷോ ഓഫാണ്. പോയിട്ട് വെറുതെ സ്പോർട്സ് കൗൺസിലിൽ പോയിട്ട് അവിടെ പോയി അന്വേഷണം നടത്തിയിട്ട് അവിടുന്ന് കുറേ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതാ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പൂഴ്ത്തി വെച്ചിരുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഷോ ഓഫാണ്. ഞങ്ങളുടെ കാലത്തുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ്, ഞങ്ങളുടെ കാലത്തുള്ള മിന്നൽ പരിശോധനകൾക്കാണ്. ആ മിന്നൽ പരിശോധന അപ്പോൾ ആ നാട്ടിലെ മുഴുവൻ ആളുകളും അറിയത്തക്ക വിധത്തിലായിരിക്കും ഞങ്ങൾ മിന്നൽ പരിശോധന നടത്തുക. മുഴുവൻ മാധ്യമ പ്രവർത്തകരും, മുഴുവൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അവരെല്ലാം ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴായിരിക്കും ഞങ്ങളുടെ വീണ ജോർജ് സഖാവ് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഇടിച്ച് തള്ളി കയറി വന്നിട്ട് മിന്നൽ പരിശോധന എല്ലാവരും മാറൂ എന്ന് പറഞ്ഞിട്ട് മിന്നൽ പരിശോധന. നിരന്തരമായിട്ട് ഇപ്പോൾ ഓരോ അഴിമതികൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കെ സ്വിഫ്റ്റ് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു പോരാട്ട വീര്യമാണ്, അല്ലെങ്കിൽ പോരാടുക. ഇതൊക്കെ കണ്ടിട്ടും പോരാടുക എന്നാണോ താങ്കൾ പറയുന്നത്? ഇതൊക്കെ സർക്കാരിന്റെ പോരായ്മയാണ്. ഇപ്പോഴത്തെ സർക്കാർ ആരാണ്? സതീശൻ സർക്കാർ. ആ സർക്കാരിന്റെ പോരായ്മയാണ് ഇതെല്ലാം. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ആയിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇരിക്കെ 10 വർഷത്തിന് ശേഷം 2 മാസമായല്ലോ വി ഡി സതീശൻ വന്നല്ലോ. ഇനി സർക്കാർ ആരാണോ ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? വി ഡി സതീശനാണ് ഇതിനെല്ലാം ഇനി ഉത്തരം പറയേണ്ടത്. വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ ഇതിപ്പോ. നമ്മള് CMRL കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനുമായുള്ള ബന്ധം കൊണ്ടാണ് അത്രയും രൂപ 2 കോടിയിലധികം പൈസ കൊടുത്തെന്ന് പറയുന്നത്. അതും എത്ര കോടിയാണെങ്കിലും സഹായം ചെയ്യുന്ന ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തു. കരിമണൽ കർത്ത എന്ന് പറയുന്ന പാവം മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാൾക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ആ സഹായത്തിന് വേണ്ടിയിട്ട് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വീണ തായ്ക്കണ്ടി, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ കരിമണൽ കർത്ത കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ആ സഹായങ്ങൾക്ക് ഒരു തെറ്റുമില്ല, എല്ലാം ശരിയാണ്.